നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Praise the Lord. Hallelujah. 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 കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ Hallelujah. 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 അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം Hallelujah. 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 കുറച്ചുകൂടെ സൂപ്പറായിട്ടൊന്ന് അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. കുറച്ചുകൂടെ എല്ലാ പല്ലൊക്കെ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. ഈശോയെ നോക്കി കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ Hallelujah. Hallelujah. കുലുങ്ങി ചിരിക്കാൻ തോന്നുന്നുണ്ടോ? സൂക്ഷിച്ചിരിച്ച Hallelujah. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? തൊണ്ടയൊക്കെ ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ടോ? ഈ ശരീരമൊക്കെ എന്തോ ഒരു ഇവിടെ ഇങ്ങനെ ഒരു പുകച്ചില് പോലെ തോന്നുന്നുണ്ടോ? തൊണ്ട ഡ്രൈ ആവുന്നല്ലേ? ഇന്നലെ ബിരിയാണി കഴിച്ചുകൊണ്ടാണ്. വെള്ളം കുടിക്കണം ബിരിയാണി കഴിച്ചാൽ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഡ്രൈ ആവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. ഇന്ന് കഞ്ഞി കുടിക്കുമ്പോ ക്ലിയർ ആവും, ബാലൻസ് ആവും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന് വലിയ നന്ദി പറയേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ തിരുനാളിന്റെ 2-ാം തീയതി മുതൽ ഇന്നലെ 15-ാം തീയതി വരെയുള്ള തിരുനാളിന്റെ എല്ലാ ശുശ്രൂഷകളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു കാലാവസ്ഥയുടെയും പ്രയാസമില്ലാതെ ഏറ്റവും മനോഹരമായി എല്ലാവർക്കും 10,000-ങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും എല്ലാം ഭംഗിയായിട്ട് ഇന്നലത്തെ ഊട്ടുനേർച്ച, നമുക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം ഊട്ടുനേർച്ച വിളമ്പുന്ന കാര്യമാണ്. കാരണം ഉണ്ടാക്കുന്നത് അത്രയും ടെൻഷനില്ല. ഇത്രയും പേർക്ക് ഇത് വിളമ്പി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇന്നലെ നമ്മൾ അതും ആ ഒരു അത്ഭുതം കൂടെ കണ്ടു. അതും ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. ഇത്രയും പേര് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു 10 പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ. നമ്മൾ ഹോട്ടലിൽ ചെന്നാൽ പോലും 15 മിനിറ്റ് കാത്തിരിക്കണം, അല്ലേ? ഓർഡർ ചെയ്തിട്ട് വെള്ളം കുടിച്ച് കാത്തിട്ട് ഇത് അവിടെ ചെല്ലുന്നു, 2 മിനിറ്റ് കൊണ്ട് കഴിച്ചിട്ട് പോകുന്നു. ഹല്ലേലൂയ. അല്ലേ? 15 മിനിറ്റ് കാത്തിക്കണ്ട വന്നോ? ഇല്ല. അപ്പോൾ അത്രയും ക്രമമായിട്ട് കർത്താവ് എല്ലാം ക്രമപ്പെടുത്തി മനോഹരമാക്കി. അതുപോലെ ഇന്നലെ ഇത്ര വലിയൊരു പരിപാടി ഇവിടെ നടന്നു എന്നതിന്റെ ഒരടയാളം പോലും, ഒരു പാത്രം പോലും, ഒരു പറ്റ ചോറ് പോലും, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഉറുമ്പുണ്ടാവും, അത് സൂക്ഷിച്ചിരുന്നാൽ മതി. പക്ഷേ വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശുശ്രൂഷകര് മനോഹരമാക്കി. വീണ്ടും ഇത് ഒരു വ്യാഴാഴ്ചത്തേക്ക് വേണ്ടി ഇന്നലെ തന്നെ ഇന്നലെ പലരും 2 ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. തിരുനാളിനിടാൻ ഒന്ന്, അതിനുശേഷം ജോലി ചെയ്യാൻ വേറൊന്നൊക്കെ ആയിട്ട് വന്ന് അധ്വാനിച്ച് മനോഹരമാക്കി തീർത്തിരിക്കുന്നതിനെയൊക്കെ ഓർത്ത് എല്ലാം ഈശോ ക്രമപ്പെടുത്തി. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് ഇതിന്റെ പിറകിലുള്ള ഈശോയ്ക്ക് നമ്മൾ പാടിയതുപോലെ, അമ്മ ത്രേസ്യ പറയുന്നത് പോലെ, നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് കരങ്ങളില്ല. ഈ ആലയം അടിച്ചു വൃത്തിയാക്കാൻ നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് കരങ്ങളില്ല. അപ്പോൾ ഈ ആലയം അടിച്ചു വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആരുടെ കരങ്ങളായി മാറുകയാണ്? ഹല്ലേലൂയ. അപ്പോൾ ഓരോ ശുശ്രൂഷയും ചെയ്യുമ്പോ നമ്മുടേതല്ലാതെ ഈശോയ്ക്ക് വേറെ ശരീരമില്ല. നമ്മുടെ ശരീരത്തെ ആർക്ക് കൊടുക്കാമെന്നാണ് അമ്മ ത്രേസ്യ പറഞ്ഞത്? ഈശോയ്ക്ക് കൊടുക്കാം. ഹല്ലേലൂയ. നമ്മെ അവനായി നൽകിയിടാം. നമ്മെ അവനായി നൽകുമ്പോഴാണ് നമ്മൾ നിത്യത പ്രാപിക്കുന്നത്. ശ്രദ്ധിച്ച്, എപ്പോഴാണ് നമ്മൾ നിത്യത പ്രാപിക്കുന്നത്? നമ്മെ അവനായി നൽകുമ്പോൾ, നമ്മുടെ ജീവൻ അവനിൽ ലയിച്ചു ചേരുമ്പോൾ നമ്മളും നിത്യതയുള്ളവരായി മാറും, മറക്കപ്പെടാത്തവരായി മാറും. അമ്മ ത്രേസ്യ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത്?
ഈശോയിൽ അവൾ ലയിച്ചു ചേർന്നു. ഈശോയിൽ ലയിച്ചു ചേർന്ന ജീവിതത്തിന് പിന്നെ ജീർണിക്കാൻ പറ്റുകയില്ല. അവളുടെ ഓർമ്മകൾ പോലും അവളുടെ ഓർമ്മകൾ ജീർണിക്കപ്പെടുന്നില്ല, അവളുടെ ശരീരം പോലും ജീർണിക്കുന്നില്ല. ഹല്ലേലൂയ. അവള് പറഞ്ഞ കാര്യങ്ങള് ജീർണിക്കുന്നില്ല. അത് കാലമുള്ളിടത്തോളം അത് കാലാതീതമാണ്, കാലാനുവർത്തിയാണ്. അവള് പറഞ്ഞത് കാലാനുവർത്തിയായത്, കാലത്തിനതീതമായ, കാലം കടന്നു പോകുമ്പോഴും കടന്നു പോകാതെ അമ്മ ത്രേസ്യയുടെ പഠനങ്ങൾ നിലനിൽക്കുന്നവനിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ജീവിതവും ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ഈശോയിൽ ലയിച്ചു ചേരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞാലും നമ്മുടെ ശരീരം ജീർണിച്ചു പോവുകയില്ല. നമ്മൾ അമ്മ ത്രേസ്യ എഴുതിയ കത്തുകൾ, അമ്മ ത്രേസ്യ പലർക്കും കത്തെഴുതുമായിരുന്നു. 34,000 കുറെ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതില് ഒരു 10,000-ത്തിനടുത്ത് കത്തുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ ത്രേസ്യ എഴുതിയ കത്തുകൾ. നമ്മ എഴുതിയ കത്തുകൾ വല്ലവരും സൂക്ഷിച്ചു വെക്കുവോ? നമ്മൾ കത്തെഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതി വെക്കും, വായിച്ച ഉടനെ തന്നെ കീറിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ വളരെ വ്യക്തിപരമായിട്ട് എഴുതിയ കത്തുകൾ പോലും എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്? സൂക്ഷിച്ചു വെച്ചത് അതിൽ ഒരു ദൈവചൈതന്യമുണ്ട്. അതിൽ ദൈവചൈതന്യമുണ്ട്. ദൈവചൈതന്യമുള്ളത് കീറിക്കളയാൻ പറ്റില്ല, അത് നശിപ്പിക്കാൻ പറ്റില്ല, അത് നശിപ്പിക്കപ്പെടുകയില്ല. അത് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കപ്പെടും. എന്നിട്ട് ആർക്കു വേണ്ടിയാണോ എഴുതിയത് അവര് മാത്രമല്ല, ലോകം മുഴുവനും അത് വായിച്ച് ഒരൊക്കെ അത് വായിക്കുന്നുവോ, നമ്മുടെ ഉള്ളിൽ ദൈവചൈതന്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ എഴുതിയതൊക്കെ മറ്റുള്ളവരിലേക്ക് ഒരു ദൈവചൈതന്യത്തെ ട്രാൻസ്മിറ്റ് ചെയ്യും, പ്രക്ഷേപണം ചെയ്യും, പകരും. നമ്മളൊരു വാക്ക് പറയുമ്പോ, നമ്മുടെ ഉള്ളിലെ ദൈവചൈതന്യമുള്ള ഒരാള് വാക്ക് പറയുമ്പോ അയാളുടെ ഉള്ളിൽ നിന്ന് കേൾവിക്കാരിലേക്ക് ഒരു ദൈവചൈതന്യം പകരും. ഒരു പകർച്ചവ്യാധി. കൊറോണ ഉള്ളപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഈ മാസ്ക് വെക്ക്, വായ തുറക്കുമ്പോ അല്ലെങ്കിൽ തുപ്പല് വീഴുമ്പോ കൊറോണ വരുമെന്ന് അല്ലേ? ഈ ആരിൽ നിന്നാണ് കൊറോണ പകരുന്നത്? കോവിഡ് ഉള്ളവനിൽ നിന്നല്ലേ അത് പകരുള്ളൂ. അതെ. അപ്പൊ അതൊക്കെ ഇനി ഉള്ളിൽ ദൈവചൈതന്യമുള്ളവനിൽ നിന്ന് എന്ത് പകരും? ദൈവചൈതന്യം പകരും. ഉള്ളിൽ വെറുപ്പുള്ളവനിൽ നിന്ന് എന്ത് പകരും? അല്ലേ? ഉള്ളിൽ കോപമുള്ള ഒരാളിൽ നിന്ന് എന്ത് പകരും? കോപം പകരും. സ്നേഹമുള്ള ആളിൽ നിന്ന് എന്ത് പകരും? സ്നേഹം പകരും. ഇനി എന്നിൽ നിന്ന് എന്താണ് അപരനിലേക്ക് പകരുന്നത്? അത് വെറുപ്പാണോ പകരുന്നത്? വിദ്വേഷമാണോ പകരുന്നത്? അല്ലെങ്കിൽ ദൈവചൈതന്യമാണോ പകരുന്നത്? കൊറോണ പകർന്നതുപോലെ എന്നിൽ നിന്ന് എന്താണ്, എന്റെ കുടുംബത്തിൽ എന്താണ് പകരുന്നത്? അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, വീട്ടിലൊരാള് കോവിഡ് പിടിച്ച പിന്നെ എല്ലാവരും സൂക്ഷിക്കണം, അല്ലേ? അതുപോലെ വീട്ടിൽ ഒരാൾക്കുടെ ഉള്ളിൽ വെറുപ്പ് കയറിയാൽ എല്ലാവരും സൂക്ഷിക്കണം. ഹല്ലേലൂയ. വീട്ടിൽ ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാവരും സൂക്ഷിക്കണം. കാരണം എന്താണ്? അല്ലേ, ഒരാള് എംബററി പോയാൽ വീട്ടിലുള്ള എല്ലാവരും വേണ്ടേ? വീട്ടിലുള്ളവര് മാത്രമല്ല, അയൽവക്കത്തുള്ളവരും സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇല്ല, അങ്ങനെ സൂക്ഷിക്കാത്തത് കൊണ്ട് പലതും സംഭവിച്ചില്ലേ? ഓക്കെ, ശരി. അപ്പോൾ അല്ലെങ്കിൽ ഒരാള് സ്വർണ്ണപ്പാളി കട്ടാൽ അടുത്ത പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക്, നമ്മുടെ ടോപ്പിക്, നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ത്രേസ്യയുടെ ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ചുള്ള വിചിന്തനങ്ങളാണ്.
എന്തുകൊണ്ടാണ് ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ച് ഇത്രമാത്രം നമ്മൾ പഠിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത് എന്ന് ഓർക്കുന്നുണ്ടോ? അമ്മ ത്രേസ്യ പറഞ്ഞു, എല്ലാവർക്കും വിശുദ്ധരാകാം, എല്ലാവർക്കും വിശുദ്ധരാകാം എന്ന് മാത്രമല്ല, എല്ലാവരും വിശുദ്ധരാകണം. അപ്പോൾ എന്താണ് വിശുദ്ധി? ചോദ്യം ചോദിക്കാൻ പോവാണ്. പറയാത്തവർക്ക് നല്ല അടി കിട്ടും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. യെസ്, പണ്ട് അങ്ങനെയല്ലേ? അപ്പോൾ പറഞ്ഞേ, എന്താണ് അമ്മ ത്രേസ്യ എന്തിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്? വെരി ഗുഡ്. ഈശോയുമായിട്ടുള്ള ബന്ധത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈശോ ബന്ധത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശുദ്ധിയുള്ളത് ആർക്കാണ്? കൂടുതൽ ആരാണോ ഈശോയുമായി കൂടുതൽ ബന്ധത്തിലായിരിക്കുന്നത് അയാളാണ് കൂടുതൽ വിശുദ്ധി. ഈശോയുമായിട്ട് കുറച്ചു മാത്രം ബന്ധമുള്ള ആൾക്ക് കുറച്ച് വിശുദ്ധി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ബന്ധത്തിലായിരിക്കാൻ പരിശ്രമിക്കണം. ഈശോയുമായി ആ ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവവുമായി, പിതാവായ ദൈവവുമായി, പരിശുദ്ധാത്മാവായ ദൈവവുമായി ബന്ധത്തിലായിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്, കഠിനാധ്വാനമാണ് സ്പിരിച്വൽ എക്സർസൈസസ്. ആത്മീയമായ പരിശീലനം എന്ന് പറഞ്ഞാൽ, ആത്മീയമായ പരിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണത്? ഈശോയുമായി ബന്ധത്തിലായിരിക്കുന്നതിനുള്ള യുദ്ധം. പൗലോസ് പറയുന്നത് പോലെ ഒരു ആത്മീയ സമരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പാപം ഉപേക്ഷിക്കുന്നത്? വെരി ഗുഡ്. ഈശോയുമായി ബന്ധത്തിൽ വളരാൻ തടസ്സമായിരിക്കുന്നത് എന്താണോ അത് ഞാൻ ഉപേക്ഷിക്കുന്നു. അച്ഛൻ നേരത്തെ റോസി ആന്റിയുടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അതായത് റോസി ആന്റിയോട് ഇപ്പൊ 95 വയസ്സുണ്ട്, ഈ വർഷം 95 ആഘോഷിച്ചു. അപ്പോൾ ഈ റോസി ആന്റിയോട് 10-30 വയസ്സുള്ളപ്പോ ഈശോ പറഞ്ഞു, ഇനി സിനിമ കാണണ്ട എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് തിയേറ്ററുള്ള റോസി ആന്റിയോട് ഈശോ പറയാ, ഏറ്റവും സിനിമ പുതിയത് വരുന്ന അന്ന് തന്നെ, വെള്ളിയാഴ്ചകളിലായിരുന്നു പണ്ട് സിനിമയുടെ റിലീസ്, അല്ലേ ചേട്ടന്മാരെ? അപ്പൊ വെള്ളിയാഴ്ച വരുമ്പോ ആദ്യത്തെ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് വെച്ചാണ് റോസി ആന്റി. ഹല്ലേലൂയ. കാരണം തിയേറ്റർ അപ്പന്റെ അല്ലേ, പോയി മറ്റേ ബാൽക്കണിയിൽ പോയിരുന്ന് കണ്ടാ മതി. അപ്പൊ വെള്ളിയാഴ്ച വരാൻ കാത്തിരിക്കുന്നത് ഉപവാസം എടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന റോസി ആന്റിയോട് ഈശോ പറഞ്ഞു, ഇനി സിനിമ കാണണ്ട എന്ന് പറഞ്ഞു. 30ാമത്തെ വയസ്സിൽ ഇപ്പൊ 95 വയസ്സായി. അന്ന് ഉപേക്ഷിച്ചിട്ട് ഇന്ന് വരെ കണ്ടല്ല. അപ്പോ അതൊരു പാപമായതുകൊണ്ടല്ല, പക്ഷെ ഈശോ പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, നീ ആ സമയം കൂടെ എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കേ. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത്, ഈശോ ആഗ്രഹിക്കാത്തത് ഓരോന്നായി ഉപേക്ഷിച്ച് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നതിനുള്ള പരിശ്രമമാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ പരിശീലനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ അതേ പരിശ്രമത്തിലാണ്, അതേ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ലോകത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 90% പേരും ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടായിരുന്നവരാണ്, അല്ലെ? ചൊവ്വാഴ്ച ഉണ്ടായിരുന്നവരൊന്ന് കൈവക്കിയേ. ഓക്കെ, 90 അല്ല, അതിൽ കൂടുതലുണ്ട്. ഇനി ഇന്നലെ ഉണ്ടായിരുന്നവരൊന്ന് കൈവക്കിയേ. ഓക്കെ, കുറച്ചു പേര് മാത്രം ഇന്നലെ വരാതിരുന്നിട്ടുള്ളൂ. കുഴപ്പമില്ല, ഇന്നലെ വരാത്തവർക്ക് ഇന്ന് കഞ്ഞി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇന്നും ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ആരും ഒരു പണിയില്ലാത്തവരല്ല. വേണോന്ന് വെച്ച വീട്ടിൽ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ്, അല്ലേ? അതെ. എന്നിട്ടും അത് മാറ്റിവെച്ച് ഈ വചനം കേൾക്കാനും ആരാധിക്കാനും ദിവ്യബലിയിൽ പങ്കെടുക്കാനും ഓടിയെത്തുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ടുള്ള ബന്ധമാണ് സർവപ്രധാനമെന്നൊരു ബോധ്യം കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടി വരുന്നത്. ഹല്ലേലൂയ. സ്വർണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും നിങ്ങൾ ഇങ്ങനെ 3 ദിവസം പോവില്ല.
പോവോ? ഇല്ല. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുക. ബന്ധത്തിൽ വളരുമ്പോ നമ്മൾ പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കും, കുമ്പസാരിക്കാൻ തീരുമാനമെടുക്കും, ഇനി മാരക പാപങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കും. ഒരു ചെറിയ പാപം പോലും ചെയ്ത് ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കും. കൊച്ചുറേച്ച പറഞ്ഞ പോലെ 3-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഒരു ചെറിയ പാപം കൊണ്ട് പോലും ഈശോയെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾ വളരും. ഒടുവിൽ ഈശോയ്ക്ക് വേണ്ടത് എന്താണെങ്കിലും പാപം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈശോയ്ക്ക് എന്നിൽ നിന്ന് എന്ത് വേണമെങ്കിൽ, ഈശോ എന്നിൽ നിന്ന് എന്താവശ്യപ്പെട്ടാലും, അടിക്കാനാണെങ്കിൽ, അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റടിക്കുന്ന കാര്യമാണ്, അടിക്കാനും തുടക്കാനുമാണെങ്കിൽ അത്, പാത്രം കഴുകാനാണെങ്കിൽ അത്, എന്താണെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാനാണെങ്കിലും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന തലം. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് ധ്യാനിക്കുന്നത് വഴി ഈശോയോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, ഈശോയോടുള്ള നമ്മുടെ അട്രാക്ഷൻ വർദ്ധിക്കും. ബൈബിളിൽ നിന്നൊരു 8 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അമ്മ ത്രേസ്യ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ 9-ാമത്തെ കാര്യമായിട്ട് പ്രവേശിച്ചത്. നമ്മൾ പറഞ്ഞു ഈശോ നമ്മെ, വെരി ഗുഡ്, ഒന്നുകൂടെ പറഞ്ഞോ. ഈശോ നമ്മെ സഹായിക്കുന്ന സ്നേഹിതനാണ്. 1. 2, ഈശോ നമ്മെ ശക്തനാക്കുന്ന, നമ്മെ സ്നേഹിതനാണ്. ഈശോ നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ബലഹീനനാക്കുന്ന, ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുന്ന, പുകഞ്ഞ തിരികെടുത്തുന്ന സ്നേഹിതനല്ല. നീ ചതഞ്ഞിരിക്കുന്നവളാണെങ്കിൽ നിന്റെ ചതവ് മാറ്റുന്നവനാണ് ഈശോ. നീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ മുകളിൽ ഉള്ള ആ ചാരമൊക്കെ എടുത്തു മാറ്റി വീണ്ടും അതിന്റെ അവസ്ഥക്ക് മാറ്റം വരുത്തി വീണ്ടും കത്തി ജ്വലിക്കുന്നവനാക്കി നിന്നെ മാറ്റുന്നവനാണ് ഈശോ. അതാണ് ശക്തിപ്പെടുത്തുന്നവനാണ് ഈശോ എന്ന് നമ്മെ പറഞ്ഞത്. അപ്പോ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതൻ. 3-ാമതായി ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതൻ. ഒരിക്കലും മനുഷ്യർ ഉപേക്ഷിക്കുന്നതിന്റെ കഥകൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 4-ാമതായിട്ട് നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന, നമ്മളുടെ ഇന്നലകൾ എന്താണെന്നറിയാവുന്ന, നമ്മുടെ ഇന്നെന്താണെന്നറിയാവുന്ന, നാളെ നമ്മൾ ആരായി തീരും എന്നറിയാവുന്ന സ്നേഹിതനാണ്. ഇതാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഒരു ഭർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛൻ എന്റെ ഭാര്യ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഭർത്താവിന് അറിഞ്ഞുകൂടാ തന്റെ ഭാര്യ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് 3-ാം മാസത്തിൽ ഒരു സ്കാനിംഗ് ഉണ്ടായിരുന്നത് ഈ ഭർത്താവിനറിയില്ല. ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇവൾക്ക് കിഡ്നി ഒരെണ്ണം ഉണ്ടായിരുന്നില്ല എന്നതും ബ്രെയിനിൽ വെള്ളക്കെട്ടുണ്ട് എന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നതും ഭർത്താവിനറിയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോ ഭാര്യ പറഞ്ഞു, നമുക്ക് കുഞ്ഞിനെ, ഈ ഭാര്യയല്ല, ഇവളുടെ അമ്മ, ഇവൾ ഉദരത്തിലായിരുന്നപ്പോ ഇവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തമ്മില് വഴക്കുണ്ടായത് അവസാനം എന്തെങ്കിലും ആകട്ടെ, നിവൃത്തികേട് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവഗണിക്കപ്പെട്ട ഉദരത്തിൽ വെച്ച് തന്നെ അമ്മയാൽ വേണ്ടെന്ന് വയ്ക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു കുഞ്ഞായി 3-ാം മാസം മുതൽ 9-ാം മാസം വരെ 1280 ദിവസങ്ങളുടെ ഒരു 3/4% ഭാഗം ഈ കുഞ്ഞ് ഉദരത്തിൽ പരിത്യക്തയായി വളരുകയും പിറക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ അവളുടെ ഹൃദയത്തിൽ വീണ, കുഞ്ഞിന്റെ ഹൃദയത്തിൽ വീണ ആന്തരിക മുറിവുകളുടെ ആ മുറിപ്പാടുകളെ കുറിച്ച് ഈ ഭർത്താവിനറിയില്ല. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുന്നത് പോലെ
ഇവൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ ഉദരത്തിൽ വച്ച് തന്നെ വെറുക്കപ്പെട്ടവളാണ്. വെറുപ്പ് അവളുടെ ഉദരത്തിൽ. സ്വന്തം അമ്മ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കളയാനും പറ്റാത്തൊരവസ്ഥയിൽ ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നു. അങ്ങനെ ജനിച്ച് അങ്ങനെ വളർന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളർന്നതിന് ശേഷം കൈക്കൊരു മുറിവുണ്ടായി, അത് വെച്ച് കെട്ടി, ആ മുറിവ് മാറി. പക്ഷെ ഈ ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ ആത്മാവിലേക്ക്, മനസ്സിലേക്ക് പ്രവേശിച്ച ചില വേദനകള് പെട്ടെന്നൊന്നും അങ്ങനെ തൂത്ത് മാറ്റാൻ പറ്റില്ല. അതിനൊരു അത്ഭുതം നടക്കും. അപ്പോ ഈ ഭർത്താവ് ചോദിക്കുകയാണ്, ഇവൾ എന്താണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞു വരുന്നത്, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ പരിമിതികളുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. പരിമിതികളേ ഉള്ളൂ. ഏത് മനുഷ്യനാണ് വേറൊരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? അമ്മക്ക് പറയാൻ പറ്റുമോ എന്റെ കൊച്ചിനെ എനിക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന്? ഇല്ല. അപ്പന് പറയാൻ പറ്റുമോ എന്റെ മോനെ എനിക്ക് ശരിക്കും മനസ്സിലായെന്ന്? ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ എന്റെ ഭർത്താവിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയെന്ന്? ഭർത്താവിന് പറയാൻ പറ്റുമോ എന്റെ ഭാര്യയെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന്? ഇല്ല, പറയാൻ പറ്റില്ല. നമ്മൾ ചില നേരം ഒരു അമ്മിച്ച് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ ഭർത്താവിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കി അച്ഛോ എന്ന് പറഞ്ഞു. ശരി, എന്താ മനസ്സിലാക്കിയത്? എന്റെ ഭർത്താവിന് 40 പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. ശരിക്കും മനസ്സിലാക്കിയ. എന്നിട്ട് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഈ ഒരെണ്ണത്തിനെ തന്നെ ഞാൻ സഹിച്ചോണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവര്, നമ്മൾ ശരിക്കും മനസ്സിലാക്കി എന്ന് പറഞ്ഞെടുത്തൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ആ ഒരു പശ്ചാത്തലത്തില് ഈശോയാകുന്ന സ്നേഹിതൻ നമ്മെ ശരിക്കും മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേരും രൂപവും അറിഞ്ഞ്, ഇനി നീ ഇന്നലെ വരെ നടന്നു വന്നത് മാത്രമല്ല, നീ ഇന്ന് എന്തായിരിക്കുന്നു എന്നത് മാത്രമല്ല, നീ നാളെ എന്താകും എന്നതടക്കം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സ്നേഹിതനാണ്. ഹല്ലേലൂയ. ഈശോയ്ക്കറിയാം നാളെ നമ്മൾ വിശുദ്ധരായി തീരുമെന്ന്. ഈശോയ്ക്ക് എന്താ അറിയാം? അന്ന് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറയേ, ഈശോയ്ക്ക് അറിയാം നാളെ നീ വിശുദ്ധനായി തീരുമെന്ന്. അറിയാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, ഈശോയ്ക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഈശോ വിചാരിക്കുന്നത് ഞാൻ വിശുദ്ധനായി തീരുമെന്ന്. ഈശോയ്ക്ക് ശരിക്കും എന്നെ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നമ്മൾ ചില ആളുകളോട് പറയാറില്ലേ, നിനക്ക് ശരിക്കും എന്നെ, എന്റെ തനി സ്വഭാവം എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നാളെ നമ്മൾ എന്തായി തീരുമെന്ന് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെ നമ്മൾ എവിടെയായിരിക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം. നാളെ നമ്മൾ ഇവിടെ ആയിരിക്കുമോ, ആശുപത്രിയിലായിരിക്കുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇവിടെ എടൂര് പള്ളിയുടെ വലതുവശത്തൂടെ അല്ലെ ഇപ്പുറത്തുകൂടെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ പൊക്കത്തേക്ക് പോയിട്ട്, മനസ്സിലായില്ലേ? എവിടെയായിരിക്കുമെന്ന് സെമിത്തേരിയുടെ കാര്യമാണ് പറഞ്ഞത്, എടൂര് പള്ളിയുടെ സ്ഥലം പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ നാളെ നമ്മൾ എവിടെ ആയിരിക്കുമെന്ന് ആർക്കറിയാം? ജർമ്മനിയിലായിരിക്കുമോ, കാനഡയിലായിരിക്കുമോ, UK-യിലായിരിക്കുമോ, അല്ലെങ്കിൽ കാരാപറമ്പിലായിരിക്കുമോ എന്ന് ആർക്കറിയാം? അതാണ് A to Z അറിയാം. നിന്റെ ഒരു മുടിയിഴ കൊഴിയുന്നത് പോലും ഈശോയ്ക്കറിയാം. നിന്റെ കണ്ണീർ, നിന്റെ കണ്ണ് നനഞ്ഞത് ഈശോയ്ക്കറിയാം. നിന്റെ ഹൃദയമിടി ഇടറിയത് ഈശോയ്ക്കറിയാം. അപ്പോ ഈശോയ്ക്ക് പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. അഞ്ചാമതായി നമ്മൾ പറഞ്ഞു, വെരി ഗുഡ്, ഈശോ നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ്. ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു സ്നേഹിതനാണ്. കർത്താവ് എന്റെ ഇടയനാകുന്നു,
എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതോടനുബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നല്ല ഇടയൻ ആകുന്ന ഈശോ നമ്മെ നിത്യതയില് ഒരു കുറവുമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിത്യതയിൽ നമുക്കൊരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ദൈവം അനുവദിച്ചു തരുന്നത്. സ്നേഹപൂർവം അച്ഛൻ ആവർത്തിക്കട്ടെ, നമുക്ക് നിത്യതയിൽ ഒരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ചില കുറവുകൾ ഈശോ നമുക്ക് അനുവദിച്ചു തരുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നിരന്തരമായ രോഗപീഠകളായിരുന്നു. എന്തിനു വേണ്ടിയാണ്? നിത്യതയിൽ അവൾക്ക് കുറവില്ലാതിരിക്കാൻ. അവൾ നിത്യതയിലിരുന്ന് നമുക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോ ആ മധ്യസ്ഥത്തിൽ ശക്തിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടി ഈശോ അമ്മ ത്രേസ്യയെ രോഗത്തിന്റെ വഴികളിലൂടെ നടത്തിക്കൊണ്ടുപോയി. അമ്മ ത്രേസ്യ എഴുതിയതുപോലെ രോഗമില്ലാത്തൊരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ അമ്മ ത്രേസ്യക്ക് കുറവുണ്ടായത് നിത്യതയിൽ കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തിനെങ്കിലും കുറവുണ്ടോ? കുറവുണ്ടോ? ഉണ്ട്, പലതിനും കുറവുണ്ട്. ആ കുറവുകളെ ഇങ്ങനെ കാണാൻ പഠിക്കണം. ഈ കുറവിനെ എന്റെ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്, എന്റെ നല്ല ഇടയനായ ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് നിത്യതയിൽ എനിക്ക് കുറവില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. എത്രമാത്രം ആശ്വാസം തരുന്നൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുറവുകളുടെ ലിസ്റ്റ് എടുത്താൽ തീരില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 25 വയസ്സ്, അവള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതുവരെ എനിക്ക് പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛന് കാര്യം പെട്ടെന്ന് മനസ്സിലായി. ചിന്തിക്കേണ്ട വന്നില്ല. 25 വയസ്സായ കുട്ടിക്ക് വയസ്സായിട്ടില്ല, മെച്ചുവേർഡ് ആയിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. 25 വയസ്സായിട്ടും അവൾക്ക് പീരീഡ്സ് ആയിട്ടില്ല. കുറവാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മകള് 18ാമത്തെ വയസ്സിൽ പീരീഡ്സ് ആവാതിരുന്നപ്പോ സ്കാൻ ചെയ്യാൻ പോയതാണ്. അവൾക്ക്, പെൺകുട്ടിയാണ്, സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നിട്ട് ഡോക്ടർ ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണ്. അവൾക്ക് യൂട്രസ് ഇല്ല, ഓവറി ഇല്ല. ഈ അപ്പനും അമ്മയും കൂടെ വന്നിട്ട് സ്കാൻ റിപ്പോർട്ടുണ്ട്, അവൾ പുറത്തിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യണോ? അച്ഛൻ എന്ത് പറയണം? ശരിയാവോന്ന് പറയണോ? ഇപ്പോ യൂട്രസ് ഇല്ലെങ്കിൽ ഈശോയെ എന്ന് വിളിക്കും. 33 പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥന ചൊല്ല്, യൂട്രസ് ഉണ്ടാവും. ഓവറി ഇല്ലാത്തതുണ്ടാകും എന്ന് പറയാൻ അത്രമാത്രം വിശ്വാസം അച്ഛന് വളർന്നിട്ടില്ല. അച്ഛൻ ഒരു കാര്യം അറിയാം, ഈശോ നോക്കിക്കൊള്ളു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ കുറിച്ച് പറയാൻ പോയാൽ കുറവുകളെ ഉള്ളൂ. നമുക്ക് ഇന്ന് ദൈവം ഒരു കുറവ് അനുവദിച്ചു തന്നിരിക്കുന്നത് നിത്യതയില് നമുക്കൊരു കുറവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നത് തീർച്ചയാണ്. അതിന്റെ മറ്റ് രഹസ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണോ കർത്താവ് നമ്മെ നിത്യതയിലേക്ക് നയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഈ സഹനമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സഹനം തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമില്ല. ഇത്രയും വലിയൊരു ശിക്ഷ തരണമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഉത്തരമൊന്നേയുള്ളൂ, നിന്റെ ഇന്നത്തെ കുറവുകളിലൂടെ കർത്താവ് നിന്നെ കുറവുകളില്ലാത്ത ദേശത്തേക്ക് നയിക്കും എന്നതാണ് അതിന്റെ ഉത്തരം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. വിശുദ്ധരെ എല്ലാവരെയും, കൊച്ചു ത്രേസ്യയെ എടുത്തു നോക്കിക്കോ, പാത്രബിയെ എടുത്തു നോക്കിക്കോ, ഫൗസ്റ്റീനാമയെ എടുത്തു നോക്കിക്കോ, ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ എടുത്തു നോക്കിക്കോ. അതുപോലെ ഇന്നത്തെ തിരുനാള് ഒരു വാഴ്ത്തപ്പെട്ട ഒരാളുടെ തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നുണ്ട്.
ആരുടെയാണെന്നറിയാവോ? വെരി ഗുഡ്. കേരളത്തിൽ ഒരു വൈദികൻ, അഗസ്റ്റിൻ എന്ന് പറയുന്ന പാലായിൽ നിന്നുള്ള ഒരു വൈദികൻ, കുഞ്ഞച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ആ വൈദികൻ വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിലാണ്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് ഒക്ടോബർ 16-ാം തീയതിയാണ്. കൈയടിച്ച് നന്ദി പറയാം. ആരുടെ ജീവിതവും എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സഹനങ്ങളിലൂടെ അവര് നടന്നുപോയത്, സഹനങ്ങളിലൂടെയാണ് അവര് പൂർണ്ണത പ്രാപിച്ചത്. സഹനങ്ങളിലൂടെയാണ് അവര് പൂർണ്ണത പ്രാപിച്ചത്. കാലത്ത് മെഡിറ്റേഷന്റെ സമയത്ത് സെബാസ്റ്റ്യൻ പറഞ്ഞു തന്ന ഒരു മന്ത്രം, പ്രാർത്ഥനാ മന്ത്രം ഇതായിരുന്നു: ഈശോയെ, എന്റെ സ്നേഹത്തെ നവീകരിച്ച് എന്റെ സ്നേഹത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമേ. എങ്ങനെയാണ് സ്നേഹത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്? സ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നത് സഹനങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ കുറവില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജോസഫച്ചൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അമ്മ തെരേസ പറഞ്ഞ 3 കാര്യങ്ങൾ. ഈശോ ഇല്ലാതെ ഈ ഭൂമിയിൽ മറ്റെന്തുണ്ടെങ്കിലും യാതൊരു കാര്യവുമില്ല. ഒന്ന്. രണ്ടാമതായി, ഈശോ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് ഈശോയെ നേടാൻ ഈ ഭൂമിയിൽ എന്ത് സഹനവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ചിന്തകള്, ഇതാണ് അച്ഛൻ പറഞ്ഞത്, അമ്മ തെരേസയിൽ നിന്ന് പകർന്നതാണ്. ഇത് പകർച്ചയാണ്. അവളുടെ അധരത്തിൽ നിന്ന് വീണ വാക്ക് നമ്മെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും കാണുന്നില്ലേ? എന്താണത്? ഈശോയെ നേടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ മറ്റെന്ത് നേടിയാലും കാര്യമില്ല. ഈശോയെ നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വേറൊന്നും നേടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈശോയെ നേടാൻ ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈശോ നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അമ്മ ത്രേസ്യയെ നല്ല വഴിക്ക് ഈശോ നയിക്കാൻ വേണ്ടിയാണ് അവൾക്ക് നരകത്തിന്റെ ദർശനം നൽകിയത്. 6-മതായി നമ്മൾ പറഞ്ഞു, വീരോചിതമായ പ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സ്നേഹിതനാണ്. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പങ്കുവച്ചത്. നെഹെമിയായ്ക്ക് ഈശോ കർത്താവ് പ്രചോദനം നൽകി, എസ്തറിന് പ്രചോദനം നൽകി, മദർ തെരേസയ്ക്ക് പ്രചോദനം നൽകി, കാർലോ അക്യൂറ്റസിന് പ്രചോദനം നൽകി, വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക്, വിശുദ്ധ ഡൊമിനിക്കിന്, വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പ്രചോദനം നൽകി. ബൈബിളില് ജോഷുവയ്ക്ക്, മോശയ്ക്ക്, ദാവീദിന് പ്രചോദനം നൽകി. ദൈവം നൽകിയ പ്രചോദനങ്ങള്, വിരോചിതമായ പ്രവർത്തികൾക്കുള്ള പ്രചോദനങ്ങൾ സ്വീകരിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം, അതായത് 9-ാം തീയതി, കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ബേബി ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു 30-35 വർഷം മുമ്പ് ഈ ബേബി ചേട്ടൻ മഞ്ഞുമ്മൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുകയാണ്. ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ബേബി ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ കർത്താവേ, ഞങ്ങളുടെ നാട്ടില് ഇതുപോലെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരമില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫ്രാൻസിസ് വടക്കൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പില് അദ്ദേഹത്തിന് ഒരു പ്രചോദനം കിട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ബേബിച്ചേട്ടനോട് തൃശ്ശൂര് ശക്തൻ മാർക്കറ്റില് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി ഒരു സന്ദേശം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു.
ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോട് ആരോടെങ്കിലും അച്ഛൻ ഒരു സന്ദേശം പറയാണ്, ചേട്ടൻ പോയി ഇരിട്ടിയിലെ മാർക്കറ്റിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങും. ഹല്ലേലൂയ. ഇരിട്ടി മാർക്കറ്റിലെ അല്ലെങ്കിൽ കണ്ണൂര് പോയിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങും. തലശ്ശേരി പോയിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, അവിടെയുള്ള കച്ചവടക്കാരാ, വേറെ ആരും കച്ചവടക്കാരെ കൂട്ടിയിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞ അച്ഛന് സന്ദേശം തെറ്റിപ്പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രചോദനം ഈ വേവിച്ചേട്ടൻ അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് തൃശ്ശൂര് പോയിട്ട് ഒരു 2-3 കടകളിലൊക്കെ കയറി ഇറങ്ങി, നമുക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മ വേണം. അപ്പൊ ഓരോരുത്തരും കട ബിസിനസ് നടത്തുന്നവര് അറിയാലോ എന്തായിരിക്കും പ്രതികരണം. അങ്ങനെ പലരെയും മുട്ടി അവസാനം 2-3 പേര് കൂടി പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി അതിങ്ങനെ 2 പേര് 3 പേരായി, 3 പേര് 4 പേരായി. അങ്ങനെ അവരൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ട് മഞ്ഞുമ്മൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത്, മാർക്കറ്റിലുള്ളവരാണല്ലോ, കൺവെൻഷൻ അന്ന് പകലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പകല് വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ലോറിയിൽ പച്ചക്കറി കൊണ്ടുവരും. ഈ കൺവെൻഷന് ആരംഭം മുതൽ അവസാനം വരെ കൺവെൻഷൻ ഉപയോഗിക്കാനുള്ള പച്ചക്കറി മുഴുവൻ ഇവര് കൊണ്ടുവരും. പിന്നെ കുറച്ച് അരിയൊക്കെ റെഡിയാക്കിയാൽ മതി. അങ്ങനെ ശുശ്രൂഷ തുടങ്ങി. അവസാനം അവര് തൃശ്ശൂര് തന്നെ കൺവെൻഷൻ നടത്താൻ തുടങ്ങി. ദൈവശബ്ദം കൺവെൻഷൻ എന്ന് പറഞ്ഞ് ആരംഭിച്ചു. എല്ലാ വർഷവും അത് നടത്തുന്നുണ്ട്. ഈ വർഷം അത് 32ാമത്തെ കൺവെൻഷനാണ്. അടുത്ത വർഷം അത് 33ാമത്തെ കൺവെൻഷൻ. അപ്പൊ കാലത്ത് ഈ ആളുകളെ കൊള്ളാത്തത് കൊണ്ട് ഗ്രൗണ്ടില് 5000 പേര് മാത്രം കൊള്ളുന്ന ഇതാണ് അവര് റെഡിയാക്കുന്നത്. ഹോള് തയ്യാറാക്കും, പന്തല് തയ്യാറാക്കും. പക്ഷെ 5000 പേർക്കുള്ള തയ്യാറാക്കുക 10000 പേര് വരും. അതുകൊണ്ട് അവര് കാലത്ത് 9 മണി മുതൽ 4 മണി വരെ ഒരു സെഷൻ. അത് കഴിഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ അടുത്ത സെഷൻ. അപ്പൊ 2 ഗ്രൂപ്പുകളായിട്ട് ധ്യാനം നടക്കാണ്. ഇപ്പോ ഈ കുറച്ച് അൽമായര് കൂടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ബബിച്ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഒരു 50-60 സ്ഥലങ്ങളില്, അനാഥ മന്ദിരങ്ങളില് ഒക്കെ, വൃദ്ധസദനങ്ങളില് പച്ചക്കറി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇപ്പോഴും ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. പ്രിയപ്പെട്ടവർ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയില്, മഞ്ഞുമ്മൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയില് കിട്ടിയ ഒരു പ്രചോദനം ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറി എന്നുള്ളത് വലിയ കാര്യമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പൊ 2026 കൺവെൻഷന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത്. ശുശ്രൂഷയൊക്കെ കൂടി 2 പ്രാവശ്യം വന്നു. കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബേബിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവ് തരുന്ന പ്രചോദനങ്ങള് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച വിശുദ്ധരെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ചുറ്റുപാടും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളില് ഈ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്നവര് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക്, നമ്മുടെ റിവിഷൻ കഴിഞ്ഞു, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് തിന്മ ചെയ്യുന്നതിനെ വിലക്കുന്ന സ്നേഹിതൻ. എന്താണ്? ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, സംഘപൊട്ടി വിളിച്ചേ. നമുക്കെടുക്കാം, വചനമെടുക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-30 തിരുവചനങ്ങൾ. ഈശോ തിന്മ ചെയ്യുന്നതിന് വിലക്കുന്നതിന്റെ ഒരു 4-5 ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. വായിക്കാം. മത്തായി 5:29-30. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. പ്രിയപ്പെട്ടവരെ, ഈശോ അവിടെ ഈ തിന്മ ചെയ്യുന്നതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. തിന്മ ചെയ്യുന്ന, കണ്ണുകൊണ്ട് പാപം ചെയ്യുന്ന ഒരാളോട് നീ പരമാവധി ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോ എന്നല്ല ഈശോ പറയുന്നത്. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നോ കോംപ്രമൈസ്, അതനുവദിച്ചു തരാൻ പറ്റുകയില്ല, അത് വിട്ടുകളയാൻ പറ്റുകയില്ല. ഈശോ പറയാണ്, അത് നീ ചൂഴ്ന്നെടുത്ത് കളയുക, അത് നിന്നിൽ നിന്ന് മുറിച്ചു മാറ്റുക. എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നല്ല പറയുന്നത്. തുടർന്ന് വായിച്ചേ. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത്
അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. അതാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത്, നിനക്കൊരു കണ്ണില്ലേലും കുഴപ്പമില്ല, നീ സ്വർഗത്തിൽ വിശുദ്ധനായി തീർന്നാ മതി. നേരത്തെ പറഞ്ഞില്ലേ, ഈശോ എന്ന് പറയുന്ന സ്നേഹിതൻ നമ്മെ നിത്യതയിൽ കുറവില്ലാത്തവരാക്കി മാറ്റുന്നതിന് വേണ്ടി നയിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ തിന്മ ചെയ്യുന്നതിന് വിലക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നിനക്ക് കണ്ണില്ലേലും കുഴപ്പമില്ലടാ, നീ സ്വർഗത്തിലുണ്ടായാ മതി. അടുത്ത വചനം വായിച്ചേ. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. വലതുകരം എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ശക്തിയുടെ കരമാണ്. ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു, എന്റെ ശക്തമായ വലതുകരം ഞാൻ നിനക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഒട്ടുമിക്ക അധികം ജോലികൾ ചെയ്യുന്നത് ഏത് കരം കൊണ്ടാണ്? വലതുകരം കൊണ്ടാണ്. നമ്മുടെ പ്രവൃത്തികൾ, വലതുകരം നമ്മുടെ ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നീ ശക്തി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങള് നിനക്ക് പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഒരു ബിസിനസ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, നീ അത് വെട്ടി ദൂരെ കളയുക. അച്ഛനൊരു ബാറ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വചനം കേട്ട് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോ പട്ടേൽ അച്ഛൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശക്തി, നിന്റെ വലതുകരം, നിന്റെ ധനാഗമ മാർഗം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് നീ ദൂരെ എറിഞ്ഞു കളയുക. ഇയാള്, പ്രിയപ്പെട്ടവരെ, പോയിട്ട് ബാറ് പൂട്ടി, ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവിടെയുള്ള ബുക്ക് സ്റ്റോളിൽ അയാള് ബുക്ക് സ്റ്റോളിന്റെ ചാർജായിട്ട് പുസ്തകം എടുത്തു കൊടുക്കാൻ നിൽക്കാണ്. ഹല്ലേലൂയ. അച്ഛന്മാരുടെ ധ്യാനം നടന്ന സമയത്ത് ബിനോയ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അവിടെ പുസ്തകം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആള് നേരത്തെ ഒരു ബാറിന്റെ ഉടമയായിരുന്നു. അപ്പോൾ വലതുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നീ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. അത് വെട്ടിമാറ്റുക. നിന്റെ ശക്തി പാപത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തികള്. അപ്പോ പറഞ്ഞു വരുന്നത്, ഈശോ തിന്മ ചെയ്യുന്നതിനെ വിലക്കുന്ന ഒരു സൗഹൃദം നിനക്ക് പാപഹാരണമാകുന്നെങ്കിൽ ഈശോ പറയാണ്, അതിനെ മുറിച്ചു മാറ്റുക. ഒരു ജോലി നിനക്ക് പാപഹേതുവാകുന്നുണ്ടെങ്കിൽ, ഒരു മകൻ വിദേശത്ത് നിന്ന് ജോലി ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പോ അച്ഛൻ ചോദിച്ചു, നീ എന്തിനാടാ, എത്രയുണ്ടായിരുന്നു ശമ്പളം? 1.25 ലക്ഷം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ശമ്പളമാണല്ലോ. കുഴപ്പമില്ലാത്ത ശമ്പളമായിരുന്നു, പക്ഷേ ജോലി ശരിയല്ല. ജോലി ആളുകളെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ജോലിയാണ്. ഓൺലൈൻ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനി ഇട്ടിരിക്കാം. ഫോണൊക്കെ വിളിച്ച് നിങ്ങളുടെ പാസ്വേഡ് ഇതാ, നിങ്ങളുടെ ആധാർ കാർഡ് ഇതാ, നിങ്ങൾക്ക് 50 ലക്ഷം ലോട്ടറി അടിച്ചിരിക്കുന്നു, അത് ഫോർവേഡ് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതാ, അക്കൗണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് സെൻഡ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ, അത് നിങ്ങളുടെ ആ അക്കൗണ്ട് നമ്പറിന്റെ പാസ്വേഡ് ഇതാ, 50 ലക്ഷം അയക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന ഓൺലൈൻ തട്ടിപ്പിന്റെ ഓഫീസ് ഇല്ലേ. നിങ്ങളോട് പറയുകയാണ്, 50 ലക്ഷം ചേച്ചിക്ക് അടിച്ചിട്ടുണ്ട്. ഇലോൺ മസ്ക് നേരിട്ട് 50 ലക്ഷം സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അത് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, പാസ്വേഡ് തന്നാൽ മതി, അല്ല നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ മതി, ആധാർ കാർഡിന്റെ കോപ്പി വേണം, പിന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് തരണം, പിന്നെ ആ പാസ്വേഡും കൂടി ഒന്ന് തരണം. അങ്ങനെ എല്ലാം കൊടുത്തു. 50 ലക്ഷം വരുന്നത് കാത്തിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ചേരം കഴിഞ്ഞപ്പോ ഒരു മെസ്സേജ് വന്നു. 5 എന്ന് തുടങ്ങുന്ന ഒരു മെസ്സേജ് വന്നേ എന്ന് വിചാരിച്ച് 50 ലക്ഷം വന്നതിന്റെ സന്തോഷം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി, എടാ മോനെ 50 ലക്ഷം വന്നടാ എന്ന് പറഞ്ഞ് മകന് മെസ്സേജ് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, 50 ലക്ഷം അല്ലല്ലോ, ഇത് 50,000 ആണല്ലോ എന്ന് പറഞ്ഞു. 50,000. 50,000 കിട്ടിയല്ലോ. അമ്മ ഇത് കിട്ടിയതല്ല, അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 50,000 പോയതാണല്ലോ. ഹല്ലേലൂയ. അപ്പൊ അമ്മ പറഞ്ഞു, എടാ നീ ഇത് അപ്പനോട് പറയരുത്,
യെസ്, തിരിച്ചു വാ. പറഞ്ഞു വരുന്നത്, അപ്രകാരമുള്ളൊരു ജോലിയായിരുന്നു ഇവന്റെ ജോലി. നിങ്ങൾ അറിഞ്ഞിരുന്നോട്ടോ, നമ്മുടെ മക്കള് കാശൊക്കെ കൊടുത്ത് വിദേശത്ത് പോയിട്ട് കിട്ടിയ ജോലികളിൽ എല്ലാവരും എങ്ങനെയാണെന്നല്ല, ഇങ്ങനെയും ജോലി തട്ടിപ്പുകളുണ്ട്. നല്ല ജോലിയാണ്, നല്ല ഓഫീസിലാണ്, സിസ്റ്റം മാനേജറാണ്. അതെ, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നാ മതി, 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കയറിപ്പോയപ്പോ കിട്ടിയ ജോലിയാണ് ഈ കൊച്ചിന്. ഇവൻ ചെന്ന ഉടനെ തന്നെ അവന്റെ പാസ്പോർട്ടും സംഭവങ്ങളൊക്കെ മേടിച്ചു വെച്ചു. ഇവന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നില്ല. അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചു വന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ ആ ജോലി വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? തിന്മ ചെയ്യാൻ ഉള്ളിലിരുന്നാരോ വിലക്കുന്നു. എടാ, പാപം ചെയ്യരുത്. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക എന്ന വചനം തിന്മ ചെയ്യുന്നതിന് ഉള്ളിലിരുന്ന് കർത്താവ് വിലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. ലൂക്ക 9:51 മുതൽ ഒന്ന് വായിച്ചേ. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. വായിച്ചോ. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഉറച്ചത്തിൽ വായിച്ചോ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? വായിച്ചോ അടുത്ത താഴെ. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ഇത്രയും അവരിങ്ങനെ പറയുമ്പോ എന്താണ് ഇത് കോണ്ടസ്റ്റ്? ഈശോ ജെറൂസലേമിലേക്ക് മരിക്കാൻ വേണ്ടി പോവാണ്. ആർക്കു വേണ്ടി മരിക്കാൻ? എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിക്കാൻ പോവുകയാണ്. പോകുന്നത് സമരിയായിലൂടെയാണ്, എളുപ്പവഴി. സമരിയായിലൂടെ പോയാൽ അധികം ദൂരം നടക്കണ്ട, ചുറ്റുവളഞ്ഞു പോയാൽ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പോൾ സമരിയായിലൂടെ പോകാൻ പോയപ്പോൾ സമരിയാക്കാര് പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത്? ജെറൂസലേമിലേക്കാണ്. ജെറൂസലേമിലേക്കാണ് പോകുന്നതെങ്കിൽ ഈശോയല്ല, ആരായാലും, നമ്മൾ പറയില്ല നീയല്ല, തമ്പുരാൻ കർത്താവ് തന്നെ ആയാലും എന്ന് പറയുന്ന പോലെ ഈശോയോട് പറയാണ്, വഴി നടത്തുകയില്ല, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, വഴി തടഞ്ഞു. ഇതിൽ ദേഷ്യം കൊണ്ട യോഹന്നാനും യാക്കോബും ഈശോയോട് വന്നിട്ട് പറയാണ്, അല്ലേ, കലിപ്പെന്ന് പറയില്ലേ, ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ വാക്ക്? നിങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഈ കലിപ്പ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഇന്നലെ പലരോടും നിങ്ങൾക്ക് കലിപ്പ് തോന്നിയിട്ടുണ്ടാവും. ഈ പള്ളിയിൽ വെച്ച് തന്നെ ഇല്ലേ, നമ്മൾ ഇരിക്കുന്നു, നമ്മുടെ മടിയിൽ കയറി വേറൊരാൾ ഇരിക്കുന്നു. അപ്പൊ അയാളോട് എന്ത് തോന്നും? അയാളോട് തോന്നുന്ന സുന്ദരമായ വികാരത്തിന്റെ പേരാണ്, ഒരാള് കസേരയിൽ ഇരിക്കുന്നു, വേറൊരാള് ആ കസേരയിൽ തന്നെ കൊണ്ടുപോയി ഇരിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തോന്നും? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് യോഹന്നാൻ, അപ്പൊ നമ്മെ പോലെ തന്നെയാണ് ആര്? യോഹന്നാനും അവരും നമ്മളും തമ്മിൽ, അപ്പോസ്തലന്മാരും നമ്മളും തമ്മിൽ സെയിമാണ്, സെയിം പിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, തോന്നിയെന്ന് മാത്രമല്ല, 2 വാക്ക് പറഞ്ഞു, മാറിയിരിക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ അങ്ങോട്ട് ചാമ്പലാക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈശോ വേണ്ട മക്കളെ എന്നല്ല പറഞ്ഞത്,
വേണ്ട, അത് വിട്ടാക്കുന്നല്ല പറഞ്ഞത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഈശോ അവരെ തിരിഞ്ഞ് ശാസിച്ചു എന്നാണ്. ധ്യാനിക്കേണ്ട ഒരു വാക്കാണ്. നിങ്ങൾ തിന്മ ചെയ്യാനായിട്ട് മറ്റുള്ളവർ നമ്മെ തടഞ്ഞു, നമ്മെ എതിർത്തു എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് തിന്മ ചെയ്യാൻ നിനക്ക് അധികാരമില്ല. ഈശോ ശാസിക്കുകയാണ്. ഇനി മേലാൽ ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. പിന്നീട് യാക്കോബും യോഹന്നാനും അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വന്നപ്പോ പേടി വരും. അതുപോലെ ഈശോ ശാസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്ത തെറ്റാണ്, നിങ്ങളുടെ മനോഭാവം തെറ്റാണ്, നിങ്ങളുടെ നിലപാട് തെറ്റാണ്, അത് തിരുത്തണം. ഈശോ ശാസിക്കാണ്, അല്ലാതെ അവിടെ സോഫ്റ്റ് ആക്കി പറയല്ല. തെറ്റായിട്ടുള്ളൊരു നിലപാടിനെ തെറ്റാണെന്ന് പറഞ്ഞ് ഈശോ ശാസിക്കുന്ന ഒരു വചനഭാഗമാണ് ലൂക്ക 9:51 മുതൽ 55 വരെ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകുന്ന ഒരു വചനഭാഗമുണ്ട്. അതാണ് മർക്കോസ് 8:33. വളരെ ക്ലിയർ ആണ് ആ ശാസനം. അതിന്റെ ഗ്രാവിറ്റി ശക്തമാണ്. വായിച്ചേ മർക്കോസ് 8:33. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അപ്പോൾ ഈശോ ശാസിക്കുമ്പോ പറയുന്ന വാക്ക് എന്താണ്? സാത്താനെ, നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അച്ഛനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ. ലൂക്കാ സുവിശേഷകൻ ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും എഴുതാതിരുന്നത്. യാക്കോബിനോടും യോഹന്നാനോടും ഈശോ എഴുതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. ശാസിച്ചു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു. ശാസിച്ചു എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചിന്ത ദൈവീകമല്ല, നമ്മളെ തടയുന്നവരെ നശിപ്പിക്കുക എന്ന് പറയുന്ന ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. അതുകൊണ്ട് സാത്താനെ, സാത്താന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ടാവും, എന്റെ മുമ്പിൽ നിന്ന് പോകൂ. ചില സമയത്ത് നമ്മുടെ വഴിമുടക്കി നിൽക്കുന്ന ചില തിന്മകളുടെ നിലപാടുകളോട് നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയേണ്ട വരും. ഈശോ പറഞ്ഞതുപോലെ പറയണം. എന്താണ്? അങ്ങനെയാണ് ഇതിനെ പറയുന്നത് പേഴ്സണൽ ബൈൻഡിങ് എന്നാണ്. നമ്മൾ വ്യക്തിപരമായി, ശരിക്കും കേട്ടോ, വ്യക്തിപരമായ ഒരു ബന്ധന പ്രാർത്ഥനയുടെ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ 8:33. നമുക്ക് ബന്ധന പ്രാർത്ഥന മേടിക്കാൻ എപ്പോഴും അണക്കരക്ക് പോകാൻ പറ്റില്ലല്ലോ. ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ആവിലയിൽ വരാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും അട്ടപ്പാടി പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു പിശാച് വരുമ്പോ ഇവിടെ നിൽക്കട്ടോ, ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഗ്യാപ്പ് കിട്ടില്ല. ഈ വചനം മനസ്സിലുണ്ടാകണം. ഈ വചനം എടുത്തിട്ട് പറയണം, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. ഡെലിവറൻസ്. മർക്കോസ്, അത്രയും പറയാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയെങ്കിലും ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. മർക്കോസ് 8:31 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈ തിന്മ എന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ചില നേരത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ പറയും മർക്കോസ് 8:31 അഭിഷേകത്തിൽ ബന്ധിക്കുന്നു. ആ വചനത്തിന്റെ ശക്തിയില് ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തിന്മ, വഴിമുടക്കി നിൽക്കുന്ന തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം, അപ്പൊ നമ്മൾ 4 സുവിശേഷങ്ങളിലും ഈശോ ഇങ്ങനെ ശാസിക്കുന്നത് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഈശോ ശാസിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാമത്തെ തിരുവചനം വായിച്ചേ. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? വാൾ ഊരി നിൽക്കുകയാണ്. ഈശോ പറഞ്ഞു, പത്രോസേ, വാളൂരി വെട്ടാൻ നിൽക്കുന്നു. ആളുകൾ ഈശോയെ പിടിക്കാൻ വേണ്ടി പോകുന്നു. ദേഷ്യം കേറി കലിതുള്ളി നിൽക്കുക. വാളൂരുന്നത് എപ്പോഴാണ്? അല്ലെ, നമ്മൾ വാളൂരുന്നത് എപ്പോഴാണ്? ദേഷ്യം വരുമ്പോ അല്ലെ? എപ്പോഴാണ് ചേച്ചി വാളൂരുന്നത്? കത്തി എടുക്കുന്നത്? ചൂലെങ്കിലും എടുക്കാറില്ലേ? വാളൂരുന്നത്, കത്തിയെടുക്കുന്നത്, ചൂലെടുക്കുന്നത്
ദേഷ്യം. ഇപ്പൊ ആരും ചെരുപ്പൊന്നും ഊരാറില്ലെന്ന് തോന്നുന്നു പണ്ടത്തെ പോലെ. പണ്ട് ചെരുപ്പ് ഊരി അടിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ അങ്ങനെ ആരും ചെരുപ്പ് ഊരുന്നില്ല. കാരണം ചെരുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. ഇന്നലെ കുറച്ചു പേർക്ക് ചെരുപ്പ് പുതിയത് കിട്ടി, കുറച്ചു പേർക്ക് പുതിയത് പോയി. ഇനി നിങ്ങൾ അച്ഛനത് പ്രാക്ടിക്കൽ സജഷൻ തരാം. ഇനി തിരുനാളിന് വരുമ്പോ നിങ്ങൾ പഴയ ചെരുപ്പ് ഇട്ടുകൊണ്ട് വരിക കേട്ടോ. അപ്പൊ പോയാലും വിഷമമില്ലാതെ പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈശോ പത്രോസ് ഇങ്ങനെ കലിതുള്ളി നിൽക്കുമ്പോ അവനോട് തോളത്ത് കയ്യിലിട്ടിട്ട് പോട്ടറ ക്ഷമിക്കും എന്നല്ല പത്രോസ് ഡയറക്ടർ ശാസനയാ. അച്ഛൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ തെറ്റ് തിരുത്തുന്ന സ്നേഹിതനാണെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളോട് ഈശോ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് കരുതണ്ട. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവകോപം നമ്മൾ തെറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ദൈവകോപം സാവധാനത്തിലേ വരൂ. കർത്താവ് അപ്പൊ തന്നെ ഉടനടി പറയുകയാണ്, നിന്റെ വാൾ ഉറയിലിടുക. ഹല്ലേലൂയ. അതായത് നീ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളായാലും അല്ലേ. പത്രോസ് ഈശോയുടെ വലതുവശത്ത് നിൽക്കാണ്. ഗെത്സമനി തോട്ടത്തിൽ സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയതാണ്. കൂടെ നിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പത്രോസിനെ സഭയുടെ അധികാരമൊക്കെ കൊടുത്ത് താക്കോലുകൾ നിനക്ക് തരും, സ്വർഗത്തിന്റെ താക്കോല് നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞ് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായാലും നീ ഒന്നാം സ്ഥാനക്കാരനാണെങ്കിലും തിന്മ ചെയ്യാൻ നിനക്ക് അധികാരമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിന്മ ചെയ്യാൻ ആർക്കും അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നീ ആരാണെങ്കിലും സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസിനോട് ഈശോ എങ്ങനെയാണ് പൗലോസിന്റെ തെറ്റ് തിരുത്തുന്നതെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 3 മുതൽ 6 വരെ ഉള്ള തിരുവചനങ്ങൾ. അച്ഛൻ ഇതെന്തിനാണ് ഈ തെറ്റ് തിരുത്തുന്ന സ്നേഹിതനെ കുറിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അനുദിന ജീവിതത്തില് തിന്മയോട് നമ്മൾ എങ്ങനെ ശാന്തതയോടുകൂടെ, അതുപോലെ ഈശോയുടെ മനോഭാവത്തോടുകൂടെ തെറ്റ് തിരുത്തണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. മക്കളുടെ തെറ്റുകള് കണ്ടില്ല എന്ന് നടിച്ച് ഒടുവിൽ തെറ്റ് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മക്കൾ എത്തും. 3 വയസ്സുള്ളപ്പോ, 4 വയസ്സുള്ളപ്പോ, 5 വയസ്സുള്ളപ്പോ കുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റുകള്, അല്ലെങ്കിൽ ഒരു അലസമായ ഉറക്കം, അലസമായിട്ടുള്ള ഒരു സംഭാഷണം, അലസമായ ഒരു വർത്തമാനം, അത് നമ്മൾ പറയും 5 വയസ്സല്ലേ ഉള്ളൂ, കൊച്ചല്ലേ, എന്തെങ്കിലും പറയട്ടെ. അച്ഛനൊരു ഉദാഹരണം, 3 വയസ്സ് കൊച്ചു സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പന്റെ പേര് എന്താണ്? കുഞ്ഞാപ്പാന്നാണ് എല്ലാവരും അപ്പൂപ്പനെ വിളിക്കുന്നത്, ആൾക്കാർ, നാട്ടുകാര്. അപ്പൊ കൊച്ചും വിളിക്കാണ് കുഞ്ഞാപ്പ, അപ്പൂപ്പനെ വിളിക്കാണ് കുഞ്ഞാപ്പ. അപ്പൊ കൊച്ചിനെ പഠിപ്പിക്കുന്നത്, കൊച്ചു വലുതായി കഴിയുമ്പോ കൊച്ച് അപ്പൂപ്പൻ എന്ത് വിളിക്കും? ഇനി ഇതുപോലെ അമ്മമാരെ കൊച്ചു പേര് വിളിക്കാണ്, സ്വന്തം അമ്മയെ കൊച്ചു പേര് വിളിക്കാണ്, മേരി എന്ന് വിളിക്കാണ്. ആരാടാ മേരി? എന്റെ അമ്മ. അപ്പൊ കൊച്ചു പ്രായത്തിൽ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടതിന് പകരം ഈ അമ്മയുടെ അമ്മ എടി മേരി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് കൊച്ചും വിളിക്കാൻ തുടങ്ങി, എടി മേരി. കൊച്ചല്ലേ, വിളിച്ചോട്ടെ. അവസാനം കൊച്ചു ഇപ്പോ മുതിർന്നപ്പോഴും അമ്മനെ മേരി എന്ന് വിളിക്കും. എടിന്ന് വിളിക്കുന്നുണ്ടോന്ന് അറിഞ്ഞോട്ടെ. പറഞ്ഞു വരുന്നത്, തിരുത്തേണ്ട സമയത്ത് ചില തിരുത്തലുകൾ കൊടുത്തേ മതിയാവൂ. അച്ഛനും അച്ഛന്റെ ചേട്ടനും കൂടി ഒരു ദിവസം തല്ലുപിടിച്ചു. ഫ്രാൻസിനച്ഛനും റാപ്സനച്ഛനും കൂടി തല്ലുപിടിച്ചപ്പോ 3-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ തല്ലുപിടിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഇനി ചേട്ടനെ ചേട്ടാന്ന് വിളിക്കൂലെന്ന് പറഞ്ഞു.
അപ്പൊ പിന്നെ നീ എന്ത് വിളിക്കും? പേര് വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിക്കടാന്ന് പറഞ്ഞു. പേര് വിളിച്ചു. പേര് വിളിക്കുന്നത് കേട്ടിട്ടാണ് അപ്പച്ചൻ വരുന്നത്. എന്താണ് ചേട്ടനെ പേര് വിളിക്കുന്നതെന്ന് ചോദിച്ചു. കഥയൊന്നും ചോദിച്ചില്ല, 2 അടി. അതോടുകൂടി ആ നാടകം തീർന്നു. പ്രിയപ്പെട്ടവരെ, ചേട്ടനെ ചേട്ട എന്നും ചേച്ചിയെ ചേച്ചി എന്നും അമ്മയെ അമ്മ എന്നും അപ്പനെ അപ്പ എന്നും വിളിച്ച് പഠിപ്പിക്കേണ്ടത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതൊരു പൈതൃകമാണ്, അതൊരു സംസ്കാരമാണ്. ഇത് അവസാനം കൊണ്ടുപോയി നമ്മൾ പറയില്ലേ, തലക്കൽ കൊണ്ടുപോയി വളം വെക്കാം. വലുതായിട്ടെല്ലാം പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവര് വിചാരിക്കണ്ട. നമ്മള് ഈ ചുട്ടയിലുള്ള ശീലമാണ് ചുടല വരെ ഉണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പൊ ഈശോ നമ്മെ തിരുത്തുന്ന സ്നേഹിതനാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ എപ്രകാരമാണ് പൗലോസിനെ ഈശോ തിരുത്തുന്നതെന്നതിന്റെ സുന്ദരമായ ഒരു വിവരണമുണ്ട്. വായിക്കാം. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. ഹല്ലേലൂയ. പുറം വഴിക്ക് അടി കിട്ടി എന്ന് പറയില്ലേ? മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. തുടർന്ന് വായിച്ചേ. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവനോട് പറഞ്ഞു, തോട്ടിമുള്ളി തുറിക്കുന്നത് നിനക്ക് നല്ലതിനല്ല. ഈശോ അവന്റെ മേൽ മിന്നലൊളി പതിപ്പിച്ചപ്പോ, അവനെ ഉരുട്ടി താഴെയിട്ടപ്പോ കണ്ടു നിന്നവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തിനീ ക്രൂരത? ഒരാളെ മാനസാന്തരപ്പെടുത്താൻ അയാളോട് ക്രൂരത കാണിച്ചിട്ട് വേണോ? വേണ്ടല്ലോ. മിന്നലോളി പതിച്ചു, അന്ധനാക്കി. പ്രിയപ്പെട്ടവരെ, ഈശോ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്താണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയതെന്ന് ചുരുക്കം. ചില നേരങ്ങളിൽ ചില മിന്നലൊളികൾ, ചില നേരങ്ങളിൽ ചില വീഴ്ചകൾ, ചില നേരങ്ങളിൽ ചില അന്ധതകൾ. ആരാനുവദിച്ചത്? ഈശോ നേരിട്ട് വന്നു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, അവനെ നിത്യതയിൽ കുറവില്ലാത്തവനാക്കി മാറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. പക്ഷെ താൽക്കാലികമായി ആ മിന്നലൊളി പതിച്ചത് ഒരു സഹനമാണ്. താൽക്കാലികമായി വീണത് ഒരു സഹനമാണ്. താൽക്കാലികമായി കണ്ണ് നഷ്ടപ്പെട്ടത് ഒരു സഹനമാണ്. എങ്കിലും അവന്റെ വീഴ്ചയിലൂടെ അവൻ ഉയർന്നു. അവന്റെ അന്ധതയിലൂടെ അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലേ, പണ്ട് കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ടൈറ്റ് ജീൻസ് ഇടരുത്, ടൈറ്റ് ജീൻസ് ഇടരുത്, പിന്നെ അങ്ങനെ ലെഗിൻസ് ഇടരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരോടൊക്കെ പറഞ്ഞ് അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനതൊന്നും പറയാറില്ല. ഹല്ലേലൂയ. ഇപ്പൊ എന്താണെന്നറിയാവോ? ഇപ്പോ ഭയങ്കര ലൂസായിട്ടുള്ളതാണ് ഫാഷൻ. അതിന്റെ പേരെന്താണ്? ബാഗിന്നോ? പലാസല്ല. ഹല്ലേലൂയ. ജീൻസ് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ പാവാട പോലത്തെ ജീൻസ് ഇട്ടുണ്ട്, പാവാട പോലത്തെ ജീൻസ് അതിട്ടുണ്ട് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അച്ഛനിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പൊ ഒരു കാലത്ത് ടൈറ്റ് ഇടരുതെന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ പറയേണ്ടി വരുന്നു ലൂസ് ഇടരുത്. അപ്പോൾ അച്ഛൻ ഇത് നേരത്തെ ടൈറ്റ് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ലൂസ് ഇടരുതെന്നും പറയുന്നില്ല. എന്തുവാണേലും ഇട.
പക്ഷെ ഇപ്പൊ പുതിയത് അല്ലേ മോളെ? ഇപ്പൊ പുതിയത് അതല്ലേ? ആ, എന്തെന്നാ അതിന്റെ പേര്? ബാഗി. ആ, കറക്റ്റ്. കൊച്ചുങ്ങളോട് ചോദിച്ചാൽ അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തിരുത്തണ്ടതിനെ തിരുത്തണം. എന്തിടണമെന്നും എന്തിടരുതെന്നും പഠിപ്പിക്കണം. ഒച്ചല്ലേ? എന്തു വേണേലും ഇട്ടോട്ടെ. മാർക്കറ്റിൽ കിട്ടുന്നത് എന്തു വേണേലും ഇടാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ സ്വന്തമാണ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് എന്നത് ഒരു വചന കൽപ്പനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയെ ഈശോ തിരുത്തിയത് അമ്മ ത്രേസ്യക്ക് നല്ല ഓർമ്മയുണ്ട്. 2-3 പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അമ്മ ത്രേസ്യക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ. അമ്മ ത്രേസ്യക്ക് ഒരു ചിന്ത, വാചികമായ, എനിക്ക് വാചിക പ്രാർത്ഥന മാത്രമേ ചൊല്ലാൻ അറിഞ്ഞുകൂടൂ. മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് കുറെ പുണ്യങ്ങളും ത്യാഗങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ചിന്ത അമ്മ ത്രേസ്യക്കുണ്ടായിരുന്നു. ഈശോ ആ ചിന്തയെ തിരുത്തുകയാണ്. ഒരു ദിവസം ഈശോ അമ്മ ത്രേസ്യക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മെന്റൽ പ്രയർ ഈസ് ഫോർ എവരിവൺ. മാനസിക പ്രാർത്ഥന എന്താണ് പ്രിയപ്പെട്ടവരെ? മാനസിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മെന്റൽ പ്രയർ എന്ന് പറയും. 2 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. വോക്കൽ പ്രയർ ഉണ്ട്, മെന്റൽ പ്രയർ ഉണ്ട്. വോക്കൽ പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അധരം കൊണ്ട് സ്തുതിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളത് വായിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പീസൊക്കെ ചൊല്ലുന്നില്ലേ? അതുപോലെ നമ്മൾ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നു, കൊന്ത ചൊല്ലുന്നു. ഇതെല്ലാം എന്താണ്? വാചിക പ്രാർത്ഥനയാണ്. അപ്പൊ അമ്മ ത്രേസ്യയുടെ ഒരു ചിന്ത, എനിക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ മാത്രമേ ചൊല്ലാൻ പറ്റുകയുള്ളൂ. ഇതൊരു ചിന്തയാണ്. എനിക്ക് മിണ്ടാതിരുന്നിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉള്ളിൽ മനനം ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഉള്ളിൽ ഈശോയെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നുമില്ല. അല്ലെങ്കിൽ ഈശോ തന്നെ എന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്ത എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഈശോ ഈ ചിന്തയെ തിരുത്തുകയാണ്. തിരുത്തലുകള് ശാരീരികമായ, ഇപ്പൊ നമ്മൾ ഡ്രസ് ഇടുന്ന കാര്യത്തിലുള്ള തിരുത്തൽ മാത്രമല്ല, സംസാരത്തിലുള്ള തിരുത്തൽ മാത്രമല്ല, ചിന്തകളിലുള്ള, നിലപാടുകളിലുള്ള, ചില ആറ്റിറ്റ്യൂഡുകളിലുള്ള തിരുത്തലുകളും നമുക്ക് നൽകുന്ന സ്നേഹിതനാണ് ഈശോ. കൈയടിച്ച് നന്ദി പറയാം. നമ്മുടെ നിലപാടുകള് ശരിയാകണമെന്നില്ല. അമ്മ ത്രേസ്യയുടെ ചിന്ത ശരിയാകണമെന്നില്ല, ശരിയായിരുന്നില്ല. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൾക്കത് തിരുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോളെ, നിനക്ക് എളിമയുണ്ടായാൽ മതി, നിനക്ക് ദൈവസ്നേഹമുണ്ടായാൽ മതി, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പുണ്യങ്ങൾ, കുറെ ത്യാഗങ്ങൾ ചെയ്യുക എന്നതല്ല പ്രാർത്ഥനയുടെ അടിസ്ഥാനം. പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എളിമയാണ്. ഹ്യൂമിലിറ്റി ഉണ്ടായാൽ മതി, പെർഫെക്ഷൻ ഉണ്ടാകണമെന്നില്ലെന്ന്. ഹ്യൂമിലിറ്റി മാറ്റേഴ്സ്, നോട്ട് ദ പെർഫെക്ഷൻ എന്നാണ് ഈശോ അമ്മ ത്രേസ്യയോട് പറഞ്ഞത്. ഇനി നിന്റെ ഉള്ളില് ദൈവസ്നേഹം ഉണ്ടായാൽ മതി. ദൈവസ്നേഹം എല്ലാം കർത്താവിന് വേണ്ടി എന്നുള്ളൊരു ചിന്തയാണ് എളിമ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്താണ് എളിമ? ഞാൻ ജീവിക്കുന്നത് എന്റെ കർത്താവിന് വേണ്ടിയാണ് എന്ന ഒരു നിലപാടിനെയാണ് എളിമ എന്ന് വിളിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ്. നമ്മുടെ ഉള്ളിലുള്ള നിലപാട് എന്താണ്? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള നിലപാടാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് എന്ത് സഹനം ഉണ്ടായാലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ ഈ അരിവിടെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യയെ ഈശോ തിരുത്തി. രണ്ടാമതായി അമ്മ ത്രേസ്യക്ക്
തന്റെ വീട്ടുകാരോടും സുഹൃത്തുക്കളോടുമൊക്കെ ഒരു അമിതമായ താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം ശരിയാണ്, അവൾ വീട് വിട്ട് കോൺവെന്റിലേക്ക് പോകുന്നെങ്കിലും അവളുടെ വീട്ടുകാർ കൂടെ കാണാൻ വരും. അങ്കിള് കാണാൻ വരും, അവര് കാണാൻ വരും, കസിൻസ് കാണാൻ വരും, പിന്നെ കുറെ ഫ്രണ്ട്സ് കാണാൻ വരും, പിന്നെ കുറെ ബെനഫാക്ടേഴ്സ് കാണാൻ വരും. അപ്പൊ ഇങ്ങനെ കാണാൻ വരുന്നവരോട് സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് അമ്മ ത്രേസ്യക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഈശോ അവളെ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇതിനു വേണ്ടിയല്ല കോൺവെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തിരുത്തലുകളാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പുതിയ മഠം സ്ഥാപിച്ചപ്പോൾ ആളുകൾക്ക് വരുന്നതിന്, ആളുകളോട് സംസാരിക്കുന്നതിന് ഒക്കെ പരിമിതികൾ, ആവൃത്തികൾ നിശ്ചയിക്കപ്പെട്ടു. നിങ്ങൾ ഇവിടെ കോളയാടുള്ള മിണ്ടാമഠത്തില് സിസ്റ്റേഴ്സിനെ കാണാൻ പോയാൽ അവര് ഒരു ഗ്രില്ലിന്റെ അപ്പുറത്തിരിക്കും, നിങ്ങൾ ഇപ്പുറത്തിരിക്കണം. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമ്മാനം, ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു ജനലുണ്ട്, കറങ്ങുന്ന ജനല്, അതിന്റെ പേരെന്താ, ഒരു കറങ്ങുന്ന ജനലുണ്ട്. അപ്പൊ അതിന്റെ ഇവിടെ വെച്ചിട്ട് അവരെ കാണാനും കൂടി പറ്റില്ല. തിരിച്ചു കൊടുക്കുമ്പോ അവരപ്പുറത്തുനിന്ന് എടുക്കും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അവർ അതിൽ വെച്ചിട്ട് ഇത് കറക്കും. ഇപ്പുറത്ത് കിട്ടിയോന്ന് സ്വരം ചോദിക്കും. കിട്ടി. മറ്റേ പഴയ മതിലുകൾ സിനിമയില്ലേ, അതുപോലെ. ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് അമ്മ ത്രേസ്യയെ ഈശോ തിരുത്തിയതാണ്. ഈ ലോകവുമായിട്ടുള്ള അമിതമായ താല്പര്യങ്ങളിൽ നിന്ന് നീ അകന്ന് ജീവിക്കണമെന്ന് അമ്മ ത്രേസ്യയെ ഈശോ തിരുത്തി. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒത്തിരിയേറെ തിരുത്തലുകൾ വിശുദ്ധ അഗസ്ത്യനെ ഈശോ തിരുത്തി. എന്നിട്ട് ചോദിച്ചു, നിന്റെ പകലിന് ചേർന്ന വിധമാണോ നീ ജീവിക്കുന്നത്? ഇരുട്ടിന് ചേർന്ന വിധമാണോ നീ ജീവിക്കുന്നത്? അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. രാത്രി കഴിയാറായി, ഇതാ പകലാരംഭിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കടാ, എന്നിട്ട് പകലിന് ചേർന്ന വിധം നീ വ്യാപരിക്ക. നിന്റെ ഇരുട്ടറകളില്, രഹസ്യറകളില് നീ അന്ധകാരത്തിന് ചേർന്ന വിധമുള്ള നിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് പകലിന് ചേർന്ന വിധം പ്രവർത്തിക്ക്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് അസീസിയെ ഈശോ തിരുത്തി. അവൻ ഈ ലോകത്തിന്റെ യജമാനന്മാരെ സേവിച്ചുകൊണ്ടുള്ള യാത്രയിലായിരുന്നു. അവനോട് കർത്താവ് തിരുത്തിയിട്ട് ചോദിച്ചു, എടാ, ആരെ സ്നേഹിക്കുന്നതാടാ ഉത്തമം? ഈ ഭൂമിയിലുള്ള ദാസന്മാരെ സ്നേഹിക്കണോ, സേവിക്കണോ, യജമാനനായ ദൈവത്തെ സേവിക്കണോ? ഈശോ തിരുത്തി കൊടുക്കുകയാണ്. ഈ തിരുത്തലുകളോടെല്ലാം പ്രിയപ്പെട്ടവരെ, തിരുത്തിയപ്പോ പത്രോസ് തിരുത്താൻ തയ്യാറായി. തിരുത്തിയപ്പോ യോഹന്നാനും യാക്കോബും തിരുത്താൻ തയ്യാറായി. തിരുത്തിയപ്പോ പൗലോസ് തിരുത്താൻ തയ്യാറായി. ഫ്രാൻസിസ് അസീസി തിരുത്താൻ തയ്യാറായി. അമ്മ ത്രേസ്യ തിരുത്താൻ തയ്യാറായി. അഗസ്റ്റിൻ തിരുത്താൻ തയ്യാറായി. അച്ഛന്റെ ചോദ്യം, ദൈവം നിന്റെ നിലപാടുകളെ മാറ്റണമെന്ന് നിന്നോട് പറയുമ്പോ, നിന്റെ ചിന്താരീതികളെ മാറ്റണമെന്ന് നിന്നോട് പറയുമ്പോ, അപരനെ കുറിച്ചുള്ള നിന്റെ മുൻവിധികളെ മാറ്റണമെന്ന് പറഞ്ഞ് ദൈവം നിന്നെ ശാസിക്കുമ്പോ നീ തിരുത്താൻ തയ്യാറാകുമോ? നിന്റെ മാതാപിതാക്കളോടുള്ള നിന്റെ മനോഭാവം തിരുത്തണമെന്ന് പറയുമ്പോ, നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ നിലപാട്, നിന്റെ മനോഭാവം, നിന്റെ പെരുമാറ്റം തിരുത്തണമെന്ന് ഈശോ നിന്നോട് പറയുമ്പോ, നിന്റെ അലംഭാവം തിരുത്തണമെന്ന് നിന്നോട് പറയുമ്പോ, ഈ ലോകത്തിന് ചേർന്ന രീതിയിലുള്ള നിന്റെ വസ്ത്രധാരണം തിരുത്തണമെന്ന് നിന്നോട് പറയുമ്പോ നീ തിരുത്താൻ തയ്യാറാകുമോ? അങ്ങനെ തിരുത്താൻ തയ്യാറാണെങ്കിൽ ഈശോ നിനക്ക് നല്ല സ്നേഹിതനാണ്. അങ്ങനെ തിരുത്തി തരുന്ന സ്നേഹിതൻ ഈശോയാണ്. എന്തിനു വേണ്ടിയാണ് ഈശോ നിന്നെ തിരുത്തി തരുന്നത്? നീ തളർന്നു പോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ, നിനക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിനക്ക് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകാൻ, നിനക്ക് സ്വർഗത്തില് ഒരു കുറവും ഉണ്ടാകാതിരിക്കാൻ ദൈവം നിന്നെ തിരുത്തുകയാണ്.
അപ്പൊ നീ വിചാരിക്കരുത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ചില ആളുകൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ, എനിക്ക് ഇതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകളെയാണ് വചനം വിളിക്കുന്നത് കല്ല് ശിലാഹൃദയം എന്ന് വിളിക്കും. അവര് മാറാൻ തയ്യാറല്ല. അച്ഛന് പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം, എന്റെ വിസ തടസ്സം ഒന്ന് മാറട്ടെ, അല്ലാതെ സ്വഭാവം ഒന്നും മാറണ്ട. വിസ തടസ്സം, നിന്റെ സ്വഭാവം മാറാതെ നിന്റെ വിസ തടസ്സം മാറില്ല. ഹല്ലേലൂയ. കർത്താവ് കുരിശിൽ മരിച്ചത് നമ്മുടെ വിസ തടസ്സം മാറ്റാൻ വേണ്ടിയാണോ? പിന്നെ എന്ത് മാറ്റാൻ വേണ്ടിയാണ്? സ്വഭാവം മാറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛനറിയാം ഒരു സുദീർഘമായ കുറച്ചു നേരം ആയില്ലേ, തിരുനാളിന്റെ പിറ്റേന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ സമയം കർത്താവ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഈശോ നമ്മെ എവിടെയൊക്കെയാണ് തിരുത്തുന്നതെന്ന് അതിനെയാണ് ആത്മപരിശോധന എന്ന് പറയുന്നത്. നമ്മുടെ തെറ്റുകളുടെ എല്ലാ മേഖലകളിലും ഈശോ കടന്നു വന്ന് നമ്മെ ശാസിക്കുന്നുണ്ട്, നമ്മെ തെറ്റ് തിരുത്തുന്നുണ്ട്. നമ്മളൊന്ന് കണ്ണടച്ച് കാതുകൊടുത്താ മതി, അവൻ നമ്മോട് പറയും. അവൻ നമ്മെ ശാസിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. കണ്ണുകളടക്കാം.